ഇന്ന് മെയ് 30 വെള്ളിയാഴ്ചയാണ്. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ചായിരുന്നു എനിക്ക് തോന്നുന്നു. എൻ്റെ മോള് നടത്തുന്ന ഡാൻസ് ക്ലാസ്സിലെ കുട്ടികൾ ഇന്ന് ആദ്യമായിട്ട് ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ ഡാൻസ് കളിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനുവേണ്ടി ഇന്നലെ വൈകിട്ട് വന്നതാണ്. വൈകിട്ട് വന്നപ്പോഴത്തേക്ക് സ്വല്പം ഞങ്ങളൊരു 6 മണി കഴിഞ്ഞായിരുന്നു. ഭയങ്കര ബ്ലോക്കൊക്കെ ആയിരുന്നു. നല്ല രീതിയിലുള്ള മഴയുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതുമല്ല കുട്ടികളൊക്കെ 2 കുഞ്ഞു പാവകളുണ്ടായിരുന്നു കൂടെ. അപ്പോൾ അതിലൊരാൾ ഛർദ്ദിക്കുകയോ വെച്ചതോ അങ്ങനെ ഒരു ടെൻഷൻ ഒക്കെ ആയിട്ട് കാര്യമായിട്ടുള്ള വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഒന്നും വീഡിയോ ഇപ്പോൾ എടുക്കാൻ പാടില്ല എന്ന് നമ്മുടെ കോടതി, ബഹുമാനപ്പെട്ട കോടതിയുടെ ഉത്തരവുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടൊന്നും നടക്കില്ല. ഞാനിപ്പോൾ ഗുരുവായൂർ ഞങ്ങളിപ്പോൾ മേക്കപ്പ് ചെയ്യുന്ന ഒരു സ്ഥലത്തേക്കുള്ള ഒരു യാത്രയിലാണ്. അപ്പോൾ ഇത് ഗുരുവായൂരിൽ പടിഞ്ഞാറ് നടയിലൂടെ പോകുന്ന റോഡാണ്. നല്ല മഴയാണ് ഈ സമയത്ത്. ഇവിടെ ഈ റോഡിൽ ഈ ചേട്ടൻ നല്ല സ്പീഡിൽ പോകുന്നുണ്ട്. അതുപോലെ ഗ്രിപ്പുള്ള ആൾക്കാർക്ക്, നല്ല ഗ്രിപ്പുള്ള ചെരുപ്പ് ഉള്ള ആൾക്കാർക്ക് മാത്രമാണ് ഈ റോഡിലൂടെ പെട്ടെന്ന് പോകാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ പോകാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ വീണു എന്ന് വരും. കാര്യം നല്ല രീതിയിൽ ചെയ്തു വെച്ചിരിക്കുന്നതാണ്. പക്ഷേ ഗ്രാനൈറ്റാണ്, നല്ല മിനുസമുള്ളതാണ്. വെള്ളം വീഴുമ്പോൾ ഇച്ചിരി ഗ്രിപ്പ് കുറഞ്ഞ ചപ്പൽസൊക്കെ ആണെങ്കിൽ അത് തെന്നി വീഴാൻ സാധ്യതയുണ്ട്. അതുപോലെ ഈ സൈഡിലെ റോഡുകളും എല്ലാം തന്നെ ടൈല് വിരിച്ചാണ്. ഇവിടുത്തെ കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മേക്കപ്പ് ചെയ്യുന്ന സ്ഥലമായി. ഞങ്ങൾ വൈഷ്ണവം എന്ന് പറഞ്ഞ ഒരു ഹോം സ്റ്റേയിലാണ് തങ്ങിയത്. ഏകദേശം 2000 രൂപയോളാണ് ഒരു റൂമിന്. അവിടെ 8 റൂമുണ്ട്. 8 റൂമിന് കൂടി അവർ ഈടാക്കുന്നത് 20,000 രൂപയോളമാണ്. അപ്പോൾ അതാ ഇവിടുന്ന് ഞങ്ങൾ ഇത് നേരത്തെ ബുക്ക് ചെയ്തിട്ടിരുന്നതാണ്. ഇത് നമ്പീശൻ എന്ന് പറഞ്ഞ ഒരാളാണ് ഇതിൻ്റെ ഓണർ, നടത്തിപ്പുകാരനൊക്കെ. അപ്പോൾ ഇതിൻ്റെ നിങ്ങൾ ആരെങ്കിലും ഡാൻസുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളിട്ടൊക്കെ അത് കഴിഞ്ഞ് നേരെ കുറച്ച് കുട്ടികൾക്ക് ഭക്ഷണം മേടിക്കുന്നതിനായിട്ട് ഞാൻ ഇപ്പോൾ പഴയടം, നമ്മുടെ ഗുരുവായൂരത്തെ പഴയടം രുചി എന്ന റെസ്റ്റോറൻ്റാണ്. അതിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു വെച്ചിരുന്നതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് അവർ ആ കാര്യങ്ങളൊക്കെ റെഡിയാക്കി തന്നു. ഞങ്ങൾ 11 എണ്ണം മേടിച്ചാണ് 578 രൂപയാണ് ആയത്. അതായത് 3 ഇഡ്ഡലി സാമ്പാറും ചമ്മന്തിയും ഉള്ളതിന് 52 രൂപയാണ് പാക്കിംഗ് ചാർജ്. വളരെ അടിപൊളിയായിട്ടാണ് ഇവർ ഇത് പാക്ക് ചെയ്ത് തരുന്നത്. നല്ല രീതിയിൽ തന്നെ അവർ പാക്ക് ചെയ്ത് തരും. അതുകൊണ്ട് നമുക്ക് വേറെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നുമില്ല. അതൊരു പ്ലേറ്റിലാണ് പാക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്കത് കഴിക്കാൻ പറ്റും. ഏതായാലും പരിപാടികളൊക്കെ അങ്ങനെ വളരെ മംഗളമായിട്ട് നടന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇടാൻ കോപ്പിറൈറ്റിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഡാൻസിൻ്റെ വീഡിയോ ഇപ്പോൾ തൽക്കാലം ഇടാൻ പറ്റുന്നില്ല. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഞാൻ വീണ്ടും പഴയടത്തിൻ്റെ അടുത്ത് ഞങ്ങൾ ഊണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ പോയി 170 രൂപ കേട്ടോ ഒരു ഊണിന്. അത് അഡ്വാൻസ് ടോക്കണാണ്. നമ്മളൊരു 11 മണി കഴിയുമ്പോൾ ചെന്നാൽ വലിയ തിരക്കില്ലാതെ നമുക്ക് ഊണ് കഴിക്കാം. പക്ഷേ ഇന്ന് നല്ല മഴയൊക്കെ ആയതുകൊണ്ട് തിരക്ക് താരതമ്യേന കുറവാണ്. അതുകൊണ്ട് പെട്ടെന്ന് എല്ലാവർക്കും ഊണ് കഴിച്ച് പോകാൻ പറ്റി. അപ്പോൾ ഞങ്ങൾ ഇനി വൈഷ്ണവം മറ്റേ ഹോം സ്റ്റേയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ ഓട്ടോറിക്ഷയിലൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞു. നല്ല മഴയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ മാത്രം ഒറ്റയ്ക്കായി. അപ്പോൾ ഞാൻ വീണ്ടും ഭഗവാന്റെ മുമ്പിൽ പോയി ഒന്ന് തൊഴുതു. എല്ലാം മംഗളമായിട്ട് നടത്തിയതിന് ഒരു നന്ദി അറിയിച്ച് ഞാൻ തിരിച്ചു പോരുകയാണ്. അപ്പോൾ ഇന്നലെയൊക്കെ വരുമ്പോഴത്തേക്കും ഭയങ്കര വിഷമമായിരുന്നു. കാരണം ഇന്നലെ രാത്രി ഞങ്ങൾ ഉറങ്ങിയിട്ടൊന്നുമില്ല. കാരണം കൂടെ തന്നെ 2 കുഞ്ഞു മാവകളുണ്ടായിരുന്നു. അതിൽ ഒരാൾ ഛർദ്ദിച്ച് ആകെ പ്രശ്നമായി. ചെറിയൊരു ബ്ലഡിൻ്റെ കണ്ടൻറ്റ് ഉണ്ട്. ഞങ്ങളുടെ ഇവിടെ ഉള്ള ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവർ മലയിലേക്കാണ് റെഫർ ചെയ്തത്. കാലത്ത് 5 മണിയോടുകൂടിയാണ് ഞങ്ങൾക്ക് അവിടുന്ന് പോരാൻ പറ്റിയത്. അപ്പോൾ എന്നാലും കാര്യങ്ങളെല്ലാം വളരെ മംഗളപരമായിട്ട് കൃത്യമായിട്ട് നടന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഡാൻസിൻ്റെ വീഡിയോകൾ ഇടണമെന്നുണ്ടായിരുന്നു. അതിൽ പാട്ട് എനിക്ക് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റില്ല. ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സെക്കൻഡ് തന്നെ ഇത് വരും. ഇവിടെ ഒരു ഗണപതി ഭവൻ എന്ന് പറഞ്ഞ ഹോട്ടലുണ്ട്. അവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് ഈ വഴി തന്നെ നേരെ കുറച്ച് ഒരു 300-400 മീറ്റർ കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ പറയുന്ന ഞങ്ങളുടെ ഹോം സ്റ്റേയിലേക്ക്, ഞങ്ങൾ താമസിക്കുന്ന ഹോം സ്റ്റേയിലേക്ക് എത്തും. ഏകദേശം ഞാൻ പറഞ്ഞിരുന്നു ഒരു 2000+ വരും. പക്ഷേ നല്ല അടിപൊളി സെറ്റപ്പാണ്. അത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും കുറൂരമ്മ ഭവൻ എന്ന് പറഞ്ഞിട്ടൊരു
ചെറിയൊരു ഒരു സെറ്റപ്പ് ഉണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നെത്തുന്ന അഗതികളായിട്ടുള്ള മാതാപിതാക്കൾക്ക് ശരിക്കും ഒരു വൃദ്ധസദനം പോലെ ഗുരുവായൂർ ദേവസ്വം ഒരുക്കിയിരിക്കുന്നതാണ്. അതിനോട് തൊട്ട് ചേർന്നുള്ളത് VIP-കളായിട്ടുള്ളവർക്കുള്ള സ്റ്റേ സൗകര്യങ്ങളൊക്കെ എന്നാണ് ഞങ്ങളിന്നലെ ചോദിച്ചപ്പോൾ ഇവിടെ അറിയാൻ കഴിഞ്ഞത്. അതായത് ഇതിലെ ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ ഫസ്റ്റല്ല, ഇനി കൂടെ ചെല്ലുമ്പോഴത്തേക്കും ഇവിടെ ആദ്യം ഒരു റൈറ്റ് ഉണ്ട്, അതല്ല രണ്ടാമത്തെ റൈറ്റ് തിരിഞ്ഞ് ആണ് ഇനി നമ്മുടെ വൈഷ്ണവ് എന്ന് പറഞ്ഞ ഹോം സ്റ്റേയിലേക്ക് പോകുന്നത്. അപ്പോൾ ഞാനങ്ങനെ ഫ്രണ്ടിലേക്ക് കുറച്ചുകൂടെ നടന്നുകൊണ്ടിരിക്കുക. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോഴും ഇത് കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എന്നാലും അതെല്ലാം നല്ല രീതിയിൽ തന്നെ മംഗളകരമായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും നടന്നു. കുട്ടികളൊക്കെ വളരെ നന്നായിട്ട് കളിച്ചു. അപ്പോൾ ഇതാ ഞാൻ ശരിക്കും വൈഷ്ണവത്തിൻ്റെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നു. ഇതാ ഇവിടുന്ന് കുറച്ച് ഫ്രണ്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ആ വൈഷ്ണവം ഇന്നുള്ള ആ ഹോം സ്റ്റേ ആണ്. കുറച്ച് നായൂർ നേരെ ഇടത്തോട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞങ്ങൾ താമസിച്ചിരിക്കുന്ന ആ വൈഷ്ണവം എന്ന് പറഞ്ഞ ഹോം സ്റ്റേ ആണ്. ഒരു അടിപൊളി സെറ്റപ്പാണ്. നല്ല ഒരു 2 നിലകൾ ഉള്ള ഒരു വീട് ശരിക്കും ഹോം സ്റ്റേ ആക്കിയിരിക്കുകയാണ്. നല്ല രീതിയിൽ അവിടെ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. ശരിക്കും നല്ലൊരു ടോപ്പ് ക്ലാസ് ഹോട്ടലിൻ്റെ തന്നെ ഒരു ഇതുള്ളതാണ്. നമ്മൾ എല്ലാം കൂടെ ചെല്ലുമ്പോഴത്തേക്കും കാഴ്ചകൾ കാണാം. അപ്പോൾ അവർ ശരിക്കും വേണമെങ്കിൽ നമുക്ക് ഫുഡ് ആവശ്യമുണ്ടെങ്കിൽ ആവശ്യമുള്ള ഫുഡ് നമ്മൾ പറഞ്ഞാൽ മതി, അവരത് ചെയ്തു തരാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ നമ്മൾ ഫുഡിൻ്റെ കാര്യം നമ്മൾ തൽക്കാലം അവിടെ പറഞ്ഞില്ല. കാരണം എല്ലാവരും ഒരു പുറത്തുനിന്ന് കഴിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. അതുകൊണ്ടായിരിക്കും ആരും അതിന് വലിയ താല്പര്യം കാണിച്ചില്ല. അതെന്തെങ്കിലും അവിടെ. അപ്പോൾ ഇതാണ് ഞങ്ങൾ ഇന്നലെ താമസിച്ച ഹോം സ്റ്റേ വൈഷ്ണവ് എന്ന് പറഞ്ഞ ഹോം സ്റ്റേ. നല്ലൊരു അടിപൊളി, ചെല്ലുമ്പോൾ തന്നെ നല്ല വ്യൂവിലുള്ളൊരു ശരിക്കും ഒരു പോഷലൊക്കെ ഉള്ളൊരു വീട് തന്നെയാണ്. അപ്പോൾ എല്ലാം റെഡിയായി ഒക്കെ പോകാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഒക്കെ ഡ്രസ്സും എല്ലാം ഇതൊക്കെ റെഡിയാക്കി പോകാൻ ഒക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് വൈഷ്ണവ് ഇന്നിലെ റൂമിലേക്ക് കയറി ചെല്ലുമ്പോഴുള്ള കാഴ്ച. ഇതവിടെ ഒരു കിച്ചണാണ്, ഇതവിടുത്തെ റൂമാണ്. അപ്പോൾ നമുക്ക് ഇത് ഞങ്ങൾ ഈ 101-ലും 103-ലും ആയിരുന്നു ഞങ്ങൾ താമസിച്ചത്. അപ്പോൾ അവിടുത്തെ ആ കാഴ്ചകളിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മളിങ്ങോട്ട് ഉള്ളിലേക്ക് ഈ മുറിയുടെ എല്ലാവരും പോകാനിപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊന്ന് തുറക്കാൻ വേണ്ടി 1-2 മുറി എല്ലാവരും പൂട്ടി പുറത്തേക്ക് ഇറങ്ങട്ടോ. അപ്പോൾ ഇതാണ് ആ മുറിയിലേക്ക് ഉള്ള കാഴ്ചകൾ. ഇപ്പോൾ ഞങ്ങൾ പോകാൻ റെഡി ആയതുകൊണ്ട് തന്നെ ഒരു ചിലപ്പം നമ്മൾ യൂസ് ചെയ്തതുകൊണ്ടുള്ള ഒരു കുഴപ്പമുണ്ട്. ഈ പരമാനന്ദ ചേട്ടനാണ് ഇവിടുത്തെ നോട്ടക്കാരൻ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ സെറ്റപ്പ്. നല്ല ഒരു ഹോട്ടലിൻ്റെ തന്നെ, ഒരു 5 സ്റ്റാർ ഹോട്ടലിൻ്റെ തന്നെ സെറ്റപ്പിലുള്ള മുറികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് ഞാൻ പറഞ്ഞില്ല 2500 രൂപയാണ് ഒരു ദിവസം നമുക്ക് ഇതിന് വാടക വരുന്നത്. AC ഉള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഉള്ളിലെ കാഴ്ചകൾ. നല്ല അടിപൊളി സെറ്റപ്പിലുള്ളതൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഗുരുവായൂർ വരുന്നവർക്ക് ഒരു 10-20 പേരൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഇവിടെ ഒരു ദിവസം നമുക്ക് സ്റ്റേ ചെയ്ത് കാര്യങ്ങൾ നടത്താം. ഏകദേശം ഒരു 1 കിലോമീറ്റർ ഉണ്ട് നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിൻ്റെ പടിഞ്ഞാറേ നടയിൽ നിന്നും. എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാം. നമുക്ക് ഫുഡ് വേണമെങ്കിൽ ഫുഡ് അറേഞ്ച് ചെയ്യാം. അങ്ങനെയുണ്ട്. അല്ലെങ്കിൽ നമുക്ക് പാഞ്ചജന്യത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ പാഞ്ചജന്യം എന്ന് പറഞ്ഞാൽ ദേവസ്വം റെസ്റ്റ് ഹൗസിനോട് ചേർന്ന് തന്നെയാണ് നമുക്ക് പഴയ റെസ്റ്റോറൻ്റ് ഉള്ളത്. അപ്പോൾ ഞങ്ങൾ അവിടെ വെക്കേറ്റ് ചെയ്തു. ഞങ്ങൾ നേരെ തിരിച്ചുള്ള യാത്ര തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ 2-3 പേരും കൂടെ, ഒരു 3-4 പേരും കൂടെ ഞങ്ങൾക്ക് ഇവിടുന്ന് കഴിക്കാനുണ്ട്. അപ്പോൾ മിക്കവാറും പഴയയിടത്തേക്കൂടെ റെസ്റ്റോറൻറ്റ് ചിലപ്പോൾ ഒന്നുകൂടെ പോയി അവിടുന്ന് കഴിച്ചേച്ച് പോകാനുള്ള ഒരു കണക്കുകൂട്ടലിലാണ്. പക്ഷേ ഇവിടെ ചെല്ലുമ്പോഴത്തേക്കും ഇവിടെ 1 വേ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ ചെല്ലുമ്പോഴത്തേക്കും റൈറ്റിലേക്ക് തിരിയാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നമുക്ക് പണിയാവും. അപ്പോൾ നമുക്ക് വേറെ ഏതെങ്കിലും ഒരു വഴി നോക്കേണ്ടി വരും. അപ്പോൾ ഇവിടുന്ന് ഫ്രണ്ടിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു ഇവിടെ 1 വേ ആണെന്ന് തോന്നുന്നു. ഇവിടെ തിരിയാൻ സമ്മതിക്കാൻ സാധ്യതയില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ഇവിടെ എനിക്ക് തോന്നുന്നു ഇവിടെ നോ എൻട്രി ബോർഡ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും അങ്ങോട്ട് ചെല്ലുമ്പോൾ അറിയാം. അപ്പോൾ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ കറക്റ്റായിട്ട് നോ എൻട്രി ബോർഡ് ഇപ്പോഴുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് KSRTC സ്റ്റാൻഡിന് മുമ്പിലുള്ള റോഡ് വഴി നമുക്ക് ലെഫ്റ്റിലേക്ക്
അവിടെ ലെഫ്റ്റ് ടേൺ എടുത്തിട്ട് വേണം ഇനി പഴയടത്തിലേക്ക് പോക്ക് ഇനി നടക്കില്ല. അപ്പോൾ നമ്മൾ നേരെ പോയി ഏതെങ്കിലും ഒരു ഇഷ്ടംപോലെ ഹോട്ടലുകളുണ്ടല്ലോ, നല്ല ഹോട്ടലുകൾ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ എവിടെയെങ്കിലും ഒന്ന് ഉച്ചയ്ക്ക് ഊണ് കഴിക്കുക, തിരിച്ച് പോരുക, ആ ഒരു ഇതിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ ഇനി പുറത്തേക്ക് വരുമ്പോഴത്തേക്കും തൃശ്ശൂരേക്ക് ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ ഒരു പക്ഷേ നല്ല ബ്ലോക്കാവാൻ സാധ്യതയുണ്ട്. കാരണം നല്ല മഴയായിരുന്നു, ഇതുവരെ മഴ മാറിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ തിരിച്ചുള്ള യാത്രകളാണ്. അടുത്ത ഒരു ഹോട്ടലിൽ കയറുമ്പോൾ ജസ്റ്റ് ഊണ് കഴിക്കുക, അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്കുള്ള യാത്രകൾ ഞങ്ങൾ തുടങ്ങുകയാണ്. അപ്പോൾ തൽക്കാലം ഈ വീഡിയോയിലൂടെ നിർത്തുകയാണ്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇവിടെ എവിടെയോ ഒരു ഗോകുലം ഹോട്ടലുണ്ടെന്ന് വെച്ചാൽ അങ്ങോട്ടാണ് പോകണമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഏതായാലും തൽക്കാലം അപ്പോൾ നിർത്തുന്നു. ഗുഡ് ബൈ. വീണ്ടും കാണാം. ഗുഡ് ബൈ.